ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. സ്പെയിന്റെ രണ്ടാം ലോക കിരീടം ലാ റോഹ ആയി മാറിയിരിക്കുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് തുടർച്ചയില്ല. മെസ്സിപ്പടയ്ക്ക് നിരാശ, ഒരിക്കൽ കൂടി നിരാശയാവുന്ന കാഴ്ച. മറ്റൊരു ലോകകപ്പ് നേട്ടം മെസ്സിക്കും സംഘത്തിനുമില്ല. അവരുടെ അത്ഭുത കുതിപ്പിനെല്ലാം അവസാനം ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിൻ ജയിച്ചു കയറുന്നു. 108-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ 108-ാം മിനിറ്റിൽ നേടിയ ഗോളിലാണ് സ്പെയിന്റെ കിരീടധാരണം. ഫെറാൻ ടോറസ് ആണ് വിജയ ഗോൾ നേടിയത്. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ. സ്പാനിഷ് ഡിലൈറ്റ്, സ്പാനിഷ് വസന്തം വിരിയുന്നു. ലോകത്ത് 2010 ശേഷം വീണ്ടും സ്പെയിൻ വിശ്വവിജയികളാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാത്തിരുന്നത് കളിയിലുടനീളം സ്പെയിന്റെ ഒരു സമഗ്രാധിപത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അർജന്റീന ചിത്രത്തിലേ ഇല്ലാതിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും അർജന്റീനയ്ക്ക് ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ പോലും കഴിഞ്ഞില്ല. ഒടുവിൽ അർഹിച്ച ഗോൾ, അത് 108-ാം മിനിറ്റിൽ ഫെറാൻ ടോറസിലൂടെ വരുന്ന കാഴ്ചയും കൊണ്ടു അങ്ങനെ ലോക ചാമ്പ്യന്മാരായി മാറുന്നു. രണ്ടാം ലോക കിരീടം നേടുന്നു സ്പെയിൻ. ഈ ടൂർണമെന്റിൽ തോൽവി അറിയാത്ത ഒരേ ഒരു സംഘമായി സ്പെയിൻ നിലകൊള്ളുന്നു. അർജന്റീനയുടെ സ്വപ്നക്കുതിപ്പിന് ബാസ് കമ്പാക്കുകൾക്ക് ഇവിടെ എന്റെ മെസ്സിക്ക് മറ്റൊരു ലോക കിരീടം നേടി പടിയിറങ്ങാനുള്ള അവസരമില്ല. മെസ്സിയുടെ ഖത്തർ ലോകകപ്പ് നേട്ടം ആവർത്തിക്കുന്നില്ല. മെസ്സിപ്പടയ്ക്ക് കിരീടധാരണമില്ല എന്നത് തന്നെയാണ് നിരാശയുടെ ദിനം എല്ലാ ആൽബേ സെലസ്റ്റകൾക്കും. പക്ഷേ സ്പെയിൻ ആരാധകർക്കിത് സന്തോഷത്തിന്റെ നിമിഷം, ആഘോഷത്തിന്റെ നിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഫെറാൻ ടോറസ് ഈ ടൂർണമെന്റിലുടനീളം അവർക്ക് പല കുറി ലക്ഷ്യത്തിലെത്തിക്കാൻ ഫെറാൻ ടോറസിന് സാധിക്കുന്നില്ല. പക്ഷെ ഇന്ന് ഫെറാൻ ടോറസിന്റെ ദിവസമാണ്. ഫെറാൻ ടോറസ് ആന്ദ്രേ ഇനിയസ്റ്റയായി മാറുന്ന കാഴ്ച കണ്ടു. 2010 ഹോളണ്ടിനെതിരെ നേടിയ 116-ാം മിനിറ്റിലെ ഗോളിനെ അനുസ്മരിച്ചുകൊണ്ട് 108-ാം മിനിറ്റിൽ ഫെറാൻ ടോറസിന്റെ അത്യുഗ്രൻ ഒരു ഗോൾ വരുന്നു. മത്സരത്തിലുടനീളം സ്പെയിന്റെ ആധിപത്യം തന്നെയാണ്. പന്തടക്കത്തിലും എല്ലാം തന്നെ ഷോട്ടുകളുടെ എണ്ണത്തിലും ഷോട്ട് ഓൺ ടാർഗറ്റുകളുടെ എണ്ണത്തിലും എല്ലാം തന്നെ സ്പെയിൻ തന്നെയായിരുന്നു മുന്നിൽ. അർജന്റീനയ്ക്ക് ഒരിക്കൽ പോലും ലക്ഷ്യത്തിലേക്ക് കൊടുക്കാനായില്ല. അർജന്റീന ചിത്രത്തിലേ ഇല്ലായിരുന്നു തുടക്കം മുതൽ. അർജന്റീനയുടെ തോൽവിക്ക് ആക്കം കൂട്ടിയത് എൻസോ ഫെർണാണ്ടസ് വിളിച്ചു വരുത്തിയ ആ റെഡ് കാർഡ് കൂടിയായതോടുകൂടി അർജന്റീനയുടെ പരാജയം ഉറപ്പിക്കുന്നു. മെസ്സിപ്പടയ്ക്ക് വലിയ നിരാശ. മെസ്സിപ്പടയുടെ ആ കുതിപ്പിന് സെമിയിലൊക്കെ തന്നെ കണ്ടതുപോലെ വലിയൊരു മാസ് കംബാക്ക് നടത്തുമോ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സ്പെയിനിന് മുന്നിൽ അത് ഉണ്ടാവുന്നേയില്ല. പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പൊസഷൻ ഗെയിമിന് മുന്നിൽ, ഹൈ പ്രസിംഗിന് മുന്നിൽ വീണു പോകുന്ന അർജന്റീനയാണ് തുടക്കം മുതൽ കണ്ടത്. ഒടുവിൽ അർജന്റീന ഒരു ഷോട്ട് പോലും, മെസ്സി ഉൾപ്പെടുന്ന ആ വിഖ്യാതമായ അറ്റാക്കിംഗ് നിരക്ക്, ഹൂലിയൻ അൽവാരസ് ലോകത്തെ 1-ാം നമ്പർ സ്ട്രൈക്കർമാരിൽ ഒരാൾ, അദ്ദേഹമൊക്കെ ഉൾപ്പെടുന്ന ആ നിരക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാനാവാതെ കടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ എന്തൊരു തിരിച്ചുവരവായിരുന്നു അർജന്റീന എന്ന് ചോദിക്കുമ്പോൾ ഈ മത്സരത്തിൽ അതിനൊരു അവസരം പോലും കൊടുക്കുന്നില്ല. മെസ്സി അവസാനം എടുത്ത ഒരു കിക്ക്, അത് മൈക്കൽ മൊറേനോയുടെ ഗാർസിയുടെ മുഖത്ത് തട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയ്ക്കപ്പുറം ഈ അർജന്റീനയ്ക്ക് ഈ മത്സരത്തിൽ ഒന്നുമില്ല. എമിലിയാനോ മാർട്ടിനസ് കോട്ട കെട്ടി നിന്നതാണ്. പക്ഷേ എക്സ്ട്രാ ടൈമിൽ ആ കോട്ട പൊളിയുന്നു. ഇന്ന് ആ കോട്ട പൊളിഞ്ഞ ഒരേ ഒരു നിമിഷം അതിലങ്ങനെ അർജന്റീന വീണു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. റഫറി കളിച്ചു 100% ശരിവെക്കുന്ന കളിയാണെന്ന് സ്പെയിൻ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്നും സ്പെയിൻ തോറ്റിരുന്നെങ്കിൽ അത് വലിയ പെയിനായി മാറിയത് എന്നാണ് ആരാധകരൊക്കെ പറഞ്ഞത്. അപ്പൊ അത്ര വലിയ ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. വലിയ ആവേശം നിറഞ്ഞ ഓരോ നിമിഷത്തിലും. എങ്ങനെയുണ്ടായിരുന്നു? സ്പെയിൻ അർഹിച്ച വിജയമാണ് നേടിയത്. എല്ലാ നിലയിലും കളിയുടെ ഭൂരിഭാഗം തീർച്ചയായും സ്പെയിൻ അർഹിച്ച ഒരു വിജയം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. പൂർണ്ണമായും സ്പെയിൻ അർഹിച്ച ഒരു വിജയം തന്നെ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. ഇവരെ 2012 യൂറോസ് തൊട്ട് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. അജ്മൽ ഉണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന്. അജ്മൽ, എന്തായാലും സ്പെയിന്റെ വിശ്വകിരീട നേട്ടം അതുണ്ടാവുന്നു. ചിത്രത്തിലേ ഇല്ലാതെ അർജന്റീന മാഞ്ഞു പോകുന്ന കാഴ്ച. മെസ്സിപ്പടയിൽ നിന്ന് മറ്റൊരു സ്വപ്ന കുതിപ്പ്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലേതുപോലെ ഫ്രാൻസിനെ പിടിച്ചുകെട്ടിയ ഒരു പോരാട്ടമാണ് പ്രതീക്ഷിച്ചത്. സെമിയിലേതുപോലെ ഇംഗ്ലണ്ടിനെ പോലെ ഒരു മാസ് കംബാക്ക് നടത്തുമെന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചു. പക്ഷേ അർജന്റീന ഈ മത്സരത്തിൽ ചിത്രത്തിലേ ഇല്ലാത്ത ഒരു കാഴ്ചയാണ് കണ്ടത്. എന്താണ് അർജന്റീന ആരാധകർ കാത്തിരുന്നത്? മറ്റൊരു ലോക കിരീടമാണ്. പക്ഷേ അവസാനം അർജന്റീനയ്ക്ക് കണ്ണീരാണ്. അതിലെ തീർച്ചയായും, കാരണം ഒരു കാൽപന്തിനോളം ഭൂലോകം ചുരുങ്ങിപ്പോയ ഒരു രാത്രിയിൽ 15 വർഷത്തിനിപ്പുറം ഇതാ സ്പെയിൻ ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിൽ
അർജന്റീന എന്ന അതികായകരെ നിഷ്പ്രഭമാക്കും വിധം അവർ ഏറ്റവും മികച്ച ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനത്തോടെ അവർ ആ വിശ്വകിരീടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സ്പെയിൻ ആരാധകർ നമ്മളോടൊപ്പം ചേർന്നത്. എന്താ ഇന്നത്തെ കളി? ഇവിടെ വന്നപ്പോൾ പറഞ്ഞു നമ്മൾ കുറച്ച് വരെ ഉള്ളതെന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിച്ചു. നമ്മൾ അപ്പോഴും പറഞ്ഞു നമ്മളെ കളി നമ്മളോടുണ്ട്, നമ്മളെ ടീം ടാക്ടിക്സ് നമ്മളോടുണ്ട്. അതിൽ തന്നെയാണ് വിജയം കിട്ടിയത്. പ്യൂർ ഡോമിനൻസ് ആണ്. നമുക്ക് എവിടെയാണ് ഡോമിനൻസ് ഇല്ലാത്ത ബോൾ പൊസിഷനിൽ മെസ്സിയുടെ സൈഡിലോട്ട് ബോൾ വന്നിട്ടേ ഇല്ല. അതാണ് കാരണം എന്ന് പറഞ്ഞാലേ 80-90 മിനിറ്റ് വരെയും എക്സ്ട്രാ ടൈമിൽ പോലും മെസ്സി നമ്മൾ കാണാനില്ലായിരുന്നു. പ്യൂർ ഡോമിനൻസ് ആണ്. ബോൾ പൊസിഷന്റെ കാര്യത്തിലായാലും ഷോട്ട് ടാർഗറ്റിന്റെ കാര്യത്തിൽ എല്ലാം നമുക്ക് തന്നെയാണ്. ഈ കളി നമ്മൾ പ്രതീക്ഷിച്ചതാണ്. നമ്മൾ കളിച്ചു, നമ്മൾ ജയിച്ചു, അത്രേ ഉള്ളൂ. ഗോൾ വരാൻ കുറച്ച് ലേറ്റ് ആയാലും വിഷമമുണ്ടായിരുന്നു. ഗോൾ വന്നു അവസാനം. ലൂയിസ് ഡീല ഫ്യുണ്ടെ എന്ന് പറയുന്ന പരിശീലകന് കീഴിൽ യൂറോ കപ്പിന് ശേഷം യൂറോപ്പിലെ ലോകത്തിലെ ഏറ്റവും മികച്ച വിശ്വകിരീടത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് അതിന് ശേഷം മൊത്തം നമ്മൾ തന്നെ വിജയിച്ചിട്ടുള്ളത്. ഒരു കഴിവിൽ നമ്മൾ തോറ്റിട്ടില്ല, അത് മനസ്സിലാക്കണം. നമ്മൾ പ്യൂർ ഡോമിനൻസോടെയാണ് വന്നാക്കുന്നത്. വേൾഡ് കപ്പ് ജയിക്കാൻ അർഹനായിരുന്നു. അർഹനായ ടീം തന്നെയാണ്. കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ജയിച്ചതിന്റെ കാരണം പ്രത്യേകിച്ച് അർജന്റീനയുടെയും ഈ പറഞ്ഞ സ്പെയിന്റെയും കളി രീതി ഏകദേശം ഒരുപോലെയാണ്. രണ്ടുപേരും ബോൾ വിട്ടുകൊടുക്കാൻ കളിക്കുന്നത്. പക്ഷെ പരിപൂർണമായിട്ടും ഇന്ന് സ്പെയിൻ ബോളാധിപത്യത്തിന്റെ കാര്യത്തിൽ വിജയം. അതെ, അത് നമ്മുടെ ടാക്ടിക്സ് ആണ്. നമ്മൾ ബോൾ വെച്ച് അറ്റാക്ക് ചെയ്യും. നമ്മുടെ കയ്യിൽ ബോൾ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ടാക്ടിക്സ്. അവർക്ക് ബോൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവർ ഫ്രെയിമിലില്ല, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് അതിൽ ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അർജന്റീനയുടെ മത്സരവും സ്പെയിന്റെ മത്സരവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ടൂർണമെന്റിൽ ഇത്രയും മോശം ഒരു പ്രകടനം അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് ആരാധകർ കണ്ടിട്ടില്ല. ഇങ്ങനൊരു മത്സരമല്ല അർജന്റീന ആരാധകർ പ്രതീക്ഷിച്ചത്. കാരണം ഈ പറയുന്ന എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷം വരെ ഒരു ഓൺ ടാർഗറ്റ് പോയിട്ട് ഒരു ഷോട്ട് പോലും എടുക്കാൻ കഴിയാതെ ആ ടീമിന്റെ മുന്നേറ്റ നിരയും മധ്യനിരയും ഒന്നാകെ നിഷ്പ്രഭമായി പോയൊരു മത്സരത്തിലാണ് യഥാർത്ഥത്തിൽ യൂറോ കപ്പ് നേടിയതിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശ്വകിരീടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ സ്പെയിൻ ആരാധകർ മാത്രമല്ല കേട്ടോ, യഥാർത്ഥത്തിൽ പോർച്ചുഗലിന്റെ ആരാധകരുണ്ട്, ബ്രസീലിന്റെ ആരാധകരുണ്ട്. ഇന്നത്തെ കളിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്പെയിനിന്റെ കളി പ്യൂർ ഡോമിനേഷൻ, പ്യൂർ പൊസിഷൻ, പ്യൂർ പാസിംഗ്, റഫറി ഫെയർ ആണ്. അതാണ് നമ്മൾ ജയിക്കാൻ കാരണം. നിങ്ങൾ യഥാർത്ഥത്തിൽ പോർച്ചുഗൽ ആരാധകനാണല്ലോ, ഇന്നിപ്പോ സ്പെയിനെ പിന്തുണയ്ക്കുന്നതിന്റെ കാരണം സ്പെയിനിനെ പോർച്ചുഗലിൽ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫെയർ ആയിട്ടാണ് തോപ്പിച്ചത്. പക്ഷെ അർജന്റീന ഈജിപ്തിനോട് കളിച്ചെങ്ങനെയാണ്? ഫെയർ അല്ല. ഇത് മാത്രമേ പറയാനുള്ളൂ. അതാണ് ഇന്ന് സ്പെയിന് കൊടുക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനം. അതാണ് പിന്തുണ, അതാണ് എന്റെ പിന്തുണ. ഫെയർ ആയിട്ട് കളിച്ച് ജയിക്കുന്നവര് ജയിക്കണം, അത്രേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ എന്റെ ആഗ്രഹമായിരുന്നു. അതിപ്പോ സാധിച്ചു. നമ്മള് സ്പെയിൻ ആരാധികയാണോ? ആണ്. സ്പെയിന്റെ കളിയെ കുറിച്ച് എന്താ അഭിപ്രായം? സ്പെയിൻ നല്ലൊരു കളിക്കാരനാണ്. മികച്ച കളിയാണ്. മികച്ച കളിയാണ്. എല്ലാരും തോപ്പിക്കും. അവര് അടിപൊളിയാണ്. ഈ അർജന്റീന തോപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഇതിപ്പോ സാധിച്ചു. ഇനി എന്താ ആഗ്രഹം സ്പെയിൻ ടീമിനെ കുറിച്ചുള്ള? ഇനി അവര് വലിയ നിലയിൽ എത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം. ഇതാണ് കാരണം ഈ സ്പെയിനിന്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉയർച്ചയെ സംബന്ധിച്ചിടത്തോളം അത് കാണാൻ യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ മറ്റെവിടെ പോയാലും നമുക്ക് കാണാനാവുക യഥാർത്ഥത്തിൽ അർജന്റീന ആരാധകരുടെ ഒരു ആധിപത്യമായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം ഈ കാണുന്ന ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ, കടകളുടെ മുകളിലൊക്കെ തിങ്ങി നിറഞ്ഞ ആരാധകരിൽ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ സ്പെയിനിന്റെ ആരാധകർ കൂടി ഉണ്ടായിരുന്നു എന്നൊരു വിചിത്ര കാഴ്ച കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ PMC യിൽ നിന്ന് കണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് സാക്ഷിയായിരിക്കുന്നത് കഴിഞ്ഞ ഈ നൂറ്റാണ്ട് തുടങ്ങിയിട്ട് ഈ 2000-ന് ശേഷമുള്ള പുതിയ നൂറ്റാണ്ടിൽ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പുതുയുഗ പിറവി കൂടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷങ്ങൾ ഉള്ളപ്പോഴും അർജന്റീന ആരാധകർക്ക് വലിയ നിരാശയിലും നിറഞ്ഞ കണ്ണുകളുമായിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ സ്പെയിൻ നന്നായിട്ട് കളിച്ചു. നല്ല ഡിസർവിംഗ് വേൾഡ് കപ്പാണ്. ഫ്രാൻസിനെതിരെ അടിപൊളിയായിട്ട് കളിച്ചിട്ടാ വന്നത്. പോർച്ചുഗലിനെതിരെ നന്നായിട്ട് കളിച്ചു. അങ്ങനെ വലിയ വലിയ ടീംസിനെ പൊട്ടിച്ചാണ് അവർ വന്നത്. അപ്പോൾ അവർ നല്ല ഡിസർവിംഗ് ആണ്. പിന്നെ മെസ്സി ഒരു വിഷമമുണ്ട്. പക്ഷെ മെസ്സി ഇതുവരെ ടീമിനെ എത്തിച്ചു. 39 വയസ്സുകാരനായ മെസ്സി ഇതുവരെ എത്തിക്കാൻ പറ്റി. അതിലാലോചിക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ മെസ്സിയിലുള്ള ഒരു കൂടുതൽ ആശ്രയത്വം അർജന്റീന ടീമിന് വലിയ ആശങ്കയും വലിയൊരു ആ ടീമിന്റെ ഭാവിയെ കുറിച്ച് ഒരു ഭയവും യഥാർത്ഥ അർജന്റീന ആരാധകർ കളി തുടങ്ങുന്നതിന് മുമ്പ് പങ്കുവച്ചിരുന്നു. യഥാർത്ഥത്തിൽ മെസ്സിയെ കൂടുതൽ ആശ്രയിക്കുകയും മറ്റ് പ്ലേയേഴ്സിന് യഥാർത്ഥത്തിൽ കൂടുതൽ ടീമിൽ ആ ഒരു ടീമിന്റെ പ്ലാനിൽ കൂടുതൽ പങ്കില്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യമാണോ ഇന്നത്തെ പരാജയത്തിന്റെ ഒരു കാരണമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഇനി ഒരുപാട് മുന്നോട്ട് പോവേണ്ടതില്ലേ? പ്ലാൻ മാറ്റേണ്ടതില്ലേ? ഈ ഗെയിം പ്ലാൻ മാറ്റേണ്ടതില്ലേ? സ്കലോണി യഥാർത്ഥം കുറെ നല്ല കളിക്കാരുണ്ട്, പക്ഷെ അവർക്ക് ഇത്തവണ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല ഈ സ്പെയിൻ വളരെ നല്ലോണം പൊസിഷൻ കീപ്പ് ചെയ്തു. അപ്പം അർജന്റീന ഇപ്പോൾ ഒരു ടാക്ടിക്സ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ആ ബോൾ അവർക്കൊരു ടാക്ടിക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം പോലും സ്പെയിൻ അവിടെ കൊടുക്കുന്നില്ലായിരുന്നു. മലപ്പുറത്ത് നിന്ന് ഗോകുൽ കൂടി ചേരുന്നുണ്ടോ?
ഗൂഗിൾ എന്തായാലും അർജന്റീന ആരാധകർ കാത്തിരുന്നതാണ്. ഇന്ന് ആ കൂട്ടം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ അർജന്റീന ആരാധകർ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വലിയ നിരാശ. ഇത് ഇനി എന്തു പറയണമെന്ന് അറിയുണ്ടാവില്ല. പ്രത്യേകിച്ച് ലിയോണൽ മെസ്സിയുടെ കാര്യത്തിലാണ്. ലിയോണൽ മെസ്സി മറ്റൊരു കിരീട നേട്ടത്തോടു കൂടി പടിയിറങ്ങാമെന്ന മോഹത്തിലായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല എന്നതുപോലും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആരാധകർ വലിയ രീതിയിൽ കൊതിച്ചത് അത് തന്നെയാണ്. പക്ഷേ നടക്കുന്നില്ല. സ്പെയിൻ്റെ ആ ഗംഭീര കളിയിൽ അർജന്റീന മുങ്ങിപ്പോയി. മെസ്സി അടക്കം നിരാശപ്പെടുത്തിയാണ് ഈ മടക്കം. അർജന്റീന ആരാധകരെ അമ്പാടെ നിരാശപ്പെടുന്ന ഒരു മത്സരമാണ് അവസാനിക്കുന്നത്. മെസ്സിക്ക് ഒരു വിരോധിത ഇടവാദം നൽകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അതെന്തായാലും ആ രീതിയിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ ആരാധകർ അങ്ങേയറ്റം ആവേശത്തിലാണ്. നമ്മുടെ ട്വന്റി പ്രേമിൽ അവർ ആവേശം യമാലിന്റെ ആരാധകരാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. സ്പെയിനാണ് മക്കളെ. മെസ്സി ചെറുപ്പം മുതൽ യമാനെത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ യമാൻ ഓടി പിടിച്ചാലും കിട്ടൂല. മനസ്സിലായ ലിയോ മെസ്സി നിന്നോട് പറയുന്നത് വൻ ആവേശമാണ്. ഞാൻ ഒന്നും കേട്ടില്ല, അതിനെ കേട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഒരു വലിയ ക്രൗഡാണ് ഇവിടെ ഉള്ളത്. തിരൂർ ബസ് സ്റ്റാൻഡ് മുഴുവൻ ഏകദേശം 1000-ഓളം ആളുകളാണ് ഇവിടെ ഈ കളി കാണുവാൻ വേണ്ടി നേരത്തെ തന്നെ. എന്തായാലും വൻ ആവേശം തന്നെയാണ്. സ്പെയിൻ ആരാധകർക്ക് മതിമറന്ന് ആഘോഷിക്കാനുള്ള നിമിഷം. സ്പെയിൻ ആരാധകർക്കൊപ്പം തന്നെ മറ്റെല്ലാ എതിർ ടീമുകളുടെ ആരാധകർക്കും ഇത് ആഹ്ലാദ നിമിഷമാണ്. കാരണം അർജന്റീനയുടെയും ലിയോണൽ മെസ്സിയുടെയും വീഴ്ച കാണാൻ കാത്തിരുന്നവരാണ് കൈയടിച്ചവരെല്ലാം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അർജന്റീനയ്ക്കും മെസ്സിയുടെയും മോശം പ്രകടനം അത് തന്നെയാണ് പറയേണ്ടത്. ഫൈനലിനൊത്ത ഒരു പ്രകടനം, ലോക ചാമ്പ്യന്മാർക്കൊത്ത ഒരു പ്രകടനം അർജന്റീനയിൽ നിന്ന് ഉണ്ടാവുന്നില്ല. തുടക്കം മുതൽ ഫുട്ബോൾ കളിക്കാനാണോ അതോ ഗുസ്തിക്ക് വന്നതാണോ എന്നതുപോലും തിരിയാത്ത തരത്തിലുള്ള പ്രകടനമായിരുന്നു അർജന്റീനയുടെ ഭാഗത്ത് നിന്ന്. പെരഡേസും ഒക്കെ തന്നെ എന്താണ് കാട്ടിയതെന്നറിയില്ല. പകരക്കാരനായി ഇറങ്ങി 5-ാം മിനിറ്റിൽ തന്നെ കാർഡ് വാങ്ങുന്നില്ലെങ്കിൽ ഫൗൾ ചെയ്യുന്ന അങ്ങനെ ഒരു പെരഡേസിനെ കാണുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ് വലിയ രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന് കാർഡ് വാങ്ങി പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. വന്ന താരങ്ങളൊക്കെ തന്നെ ഇടിച്ചിടാൻ നോക്കുന്നതല്ലാതെ ഒരു താരവും കളിച്ചു മുന്നേറാൻ ശ്രമിക്കാത്ത കാഴ്ച. അതിൽ മെസ്സിക്ക് പന്തെത്താത്തതുകൂടി ആയതോടുകൂടി അർജന്റീന വീണ് പോകുന്ന കാഴ്ച കണ്ടു. അവസാന നിമിഷത്തിൽ മെസ്സി ഒരു ഉഗ്രൻ ഷോട്ട് കൊടുക്കുന്നുണ്ട്. അത് ബോക്സിൽ സ്പെയിൻ ഡിഫൻഡറുടെ മുഖത്ത് തട്ടി തെറിച്ചു പോകുന്നു. അതെങ്കിലും ഗോളായിരുന്നുവെങ്കിൽ അർജന്റീനയുടെ ഗോൾ ഷോട്ടെണ്ണത്തിൽ അതൊരു 3-ആയി മാറിയേനെ. ഈ മത്സരത്തിന്റെ കണക്കുകൾ തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും എന്താണ് അർജന്റീന ഇല്ലെങ്കിൽ എന്തായിരുന്നു സ്പെയിൻ എന്നുള്ളത്. 20 ഷോട്ടുകളാണ് എണ്ണിവെച്ചോളൂ. 20 ഷോട്ടുകളാണ് സ്പെയിൻ അർജന്റീന ഗോൾ മുഖത്തിന് നേരെ ഉതിർത്തത്. അതിൽ തന്നെ 16ഓളം 12 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അർജന്റീനയ്ക്കാവട്ടെ ടോട്ടൽ ഷോട്ട്സ് 2 ഷോട്ടുകൾ മാത്രമാണ്. അത് രണ്ടും വന്നത് എക്സ്ട്രാ ടൈമിലാണെന്നത് അതീവ സങ്കടകരം അല്ലെങ്കിൽ അതീവ നിരാശകരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അർജന്റീന ആദ്യ 90 മിനിറ്റിൽ ചിത്രത്തിലേ ഇല്ല. ഫൗൾ ചെയ്യുമ്പോൾ മാത്രമാണ് അർജന്റീന ഉണ്ടായിരുന്നത്. ഇന്നത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഷോട്ട് എണ്ണത്തിലും ഷോട്ടുകളുടെ കാര്യത്തിലും ഷോട്ട് ആക്യുറസിയിലെയും ബ്ലോക്ക് ഷോട്ട്സിന്റെ കാര്യത്തിലും എല്ലാം നോക്കുമ്പോൾ അവിടെ സ്പെയിനാണ്. പക്ഷേ ഫൗളുകളുടെ കാര്യത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ അർജന്റീന കാണാം. അതിനപ്പുറം അർജന്റീനയ്ക്ക് ഈ മത്സരത്തിൽ ഒന്നും തന്നെ പറയാനില്ല എന്ന് തന്നെയാണ്. എൻസോ ഫെർണാണ്ടസ് ഒക്കെ അർജന്റീനയുടെ തോൽവിയിൽ അദ്ദേഹം കഴിഞ്ഞ മത്സരം രക്ഷിച്ചെടുത്തെങ്കിൽ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഇല്ലെങ്കിൽ അനാവശ്യമായി വിളിച്ചു വരുത്തിയ കാർഡ് അതിലൂടെ നിരാശ സമ്മാനിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അർജന്റീനയുടെ തോൽവിക്ക് ആ റെഡ് കാർഡൊക്കെ തന്നെ ഒരു പക്ഷേ 10 പേരുമായി കളിച്ചിരുന്നെങ്കിൽ മത്സരം ഷൂട്ടൌട്ടിലേക്കെങ്കിലും നീട്ടിക്കൊണ്ടുപോകാമായിരുന്നു. 10 പേരായി ചുരുങ്ങിയതിന്റെ പ്രശ്നങ്ങൾ ഉടനീളം അവസാന നിമിഷങ്ങളിലൊക്കെ തന്നെ എക്സ്ട്രാ ടൈമിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അർജന്റീന വീണു പോകുന്ന കാഴ്ച കണ്ടു. അർജന്റീനയുടെ എതിരാളികൾക്ക് ആഘോഷിക്കാനുള്ള വക നൽകിയതെല്ലാം അർജന്റീന തന്നെയാണ്. ഫിഫ ഇല്ലെങ്കിൽ കമ്മിറ്റി ടീം എന്തു വേണമെങ്കിലും അധിക്ഷേപിച്ചോളും. പക്ഷേ അർജന്റീനയുടെ സ്വപ്നക്കുതിപ്പ് അതിനെ എത്ര കണ്ട് എഴുതിത്തള്ളാനാവുമെന്നറിയില്ല. പക്ഷേ ഈ മത്സരത്തിൽ അർജന്റീന ചിത്രത്തിലേ ഇല്ല. സ്പെയിൻ്റെ വിജയം എൻ്റെ സർവ്വ ആധിപത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അക്ഷയ് കൂടി ചേരുന്നു വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. അക്ഷയ്, അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ നിരാശയാണ്. കാരണം കളിച്ചു തോറ്റെങ്കിൽ പോട്ടെ എന്ന് വെക്കും. പക്ഷെ കളിക്കാത്ത കളിയാണ്. അതിനോടൊപ്പം തന്നെ വിളിച്ചു വരുത്തിയ വിനകൾ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എൻസോയുടെ കാർഡിനൊക്കെ തന്നെ എന്ത് ന്യായീകരണം പറയും? ഇല്ലെങ്കിൽ
ഗുസ്തി പിടിക്കാൻ വന്ന് കളിച്ചു തോറ്റെങ്കിൽ അതങ്ങ് തോറ്റോട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നവരായിരിക്കും മിക്ക അർജന്റീന ആരാധകർ. അല്ല, അത് തന്നെയാണ്, കളിച്ചു തോറ്റെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷേ ഇത് അർജന്റീന അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാകുന്ന ഒരു ഫൈനലാണ് നമ്മളിന്ന് സാക്ഷിയായത്. സ്പെയിൻ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അർജന്റീന പാടെ നിറം മങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ സെമി വരെ 19 ഗോൾ അടിച്ച അർജന്റീനയുടെ ലിയോണൽ മെസ്സി അടക്കമുള്ള മുന്നേറ്റ നിര നിഷ്പ്രഭമായി പോയി. അതിനെ കവച്ചു വെക്കുന്ന പ്രകടനമാണ് സ്പെയിൻ ഇന്ന് പുറത്തെടുത്തത്. ഒരു ഓൺ ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും അടിക്കാൻ സാധിച്ചത് അവസാനം 2 ഷോട്ട് അടിച്ചത് അവസാന ഭാഗത്താണ്. ഓൺ ടാർഗറ്റിൽ ഒരൊറ്റ ഷോട്ട് പോലും അടിക്കാതെയാണ് അർജന്റീന ഇന്ന് കീഴടങ്ങിയത്. അർജന്റീനയുടെ പരിശീലകൻ സ്കലോണി ഈ സ്പെയിനിൻ്റെ ഈ ഗെയിമിനെതിരെ ഒരു പ്രതിവിധിയില്ലാതെ നിരായുധനായി മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ എൻസോ ഫെർണാണ്ടസ് ഇതിലുള്ള പങ്ക് വളരെ വലുതാണ്. ആദ്യത്തെ ചോദിച്ചു വാങ്ങിയ 2 മഞ്ഞക്കാർഡുകൾ, രണ്ടാമത്തെ കാർഡുകൾ അറ്റാക്കിങ്ങിന് പോയ സമയത്താണ് ആ കാർഡ് ആവശ്യമില്ലാതെ പൗ കുബാർസിയെ ഫൗൾ ചെയ്തതിന് ആ കാർഡ് വാങ്ങിയത്. ആ കാർഡോടുകൂടി അർജന്റീന 10 പേരായി ചുരുങ്ങി. എന്നിട്ടും എക്സ്ട്രാ ടൈമിലേക്ക് വരെ കളി നീണ്ടുപോയി. അതിൻ്റെ എക്സ്ട്രാ ടൈമിൻ്റെ 2ാം പകുതിയിലാണ് ഫെറാൻ ടോറസ് ഗോൾ നേടിയത്. പലപ്പോഴും ബാഴ്സയ്ക്കൊക്കെ ഇറങ്ങിയ അവസാന നിമിഷം ഗോൾ നേടുന്ന കാഴ്ച നമ്മൾ ലാലിഗയിലൊക്കെ കണ്ടതാണ്. അത് വീണ്ടും ഇന്ന് സ്പെയിനിൻ്റെ ജേഴ്സിയിൽ ആവർത്തിച്ചു. 2010 ശേഷം ഒരു കിരീടം സ്പെയിൻ സ്വന്തമാക്കി. 2010 അന്ന് ഇനിയസ്റ്റയാണ് എക്സ്ട്രാ ടൈമിൽ, അന്നും ഒരു എക്സ്ട്രാ ടൈമിലെതിരെ കളിയായിരുന്നു നെതർലാൻഡ്സിനെതിരെ കണ്ടത്. ഒരൊറ്റ ഗോൾ ഇനിയസ്റ്റ് നേടിയ ഒരൊറ്റ ഗോളിന് അന്ന് സ്പെയിൻ ജയിച്ചു കയറി. അതിനിപ്പോൾ 16 വർഷത്തിന് ശേഷം വീണ്ടും സ്പെയിൻ ഇപ്പോൾ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. സ്പെയിൻ്റെ യാത്ര എടുത്തു പറയേണ്ടത് ആദ്യ മത്സരത്തിൽ കേപ്പ് വെർദെക്കെതിരെ സമനിലയിൽ കുടുങ്ങിയ തുടക്കമായിരുന്നു. അന്ന് സ്പെയിൻ ഗോൾ വല ഭേദിക്കാനാവാതെ സ്പെയിൻ അങ്ങ് തകർന്നുപോയി. പിന്നീട് അവരുടെ വലിയൊരു തിരിച്ചുവരവാണ് കണ്ടത്. 2ാമത്തെ മത്സരത്തിൽ സൗദി അറേബ്യയുടെക്കെതിരെ 4 ഗോളിൻ്റെ വിജയം. അതിനുശേഷം ഉറുഗ്വായെ തോൽപ്പിച്ചു. അതിനുശേഷം നോക്കൌട്ടിൽ ഓസ്ട്രിയയെ തോൽപ്പിച്ചു. അങ്ങനെ തുടർച്ചയായ ജയങ്ങൾ, ആധികാരികമായ ജയം തന്നെ നേടിയാണ്. പ്രത്യേകിച്ച് അത് സെമി ഫൈനലിൽ നേടിയ ജയം എടുത്തു പറയേണ്ടത്. അങ്ങനെ ആധികാരികമായി ജയിച്ച് വേറെ ടീം അത് പോയില്ല. 37 കൊല്ലം ഒരു കപ്പും ഇല്ലാതെ ഇതിൽ നിന്നതാ, ഇനിയും ഇതിൽ നിൽക്കും. ഏറ്റവും മാന്യമായ പ്രതികരണത്തിന് നന്ദി. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ പല ആരാധകർ വേറെയുണ്ട്. അർജന്റീന, ഏതാണ്ട് ബ്രസീലിന്റെ ആരാധകരുണ്ട്. അതോടൊപ്പം തന്നെ പല ടീമുകളുടെയും ആരാധകർ. യഥാർത്ഥത്തിൽ ഈ പാതിരാത്രിയിലും ഇവിടേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ആരാധകരാണെന്ന് പറയേണ്ടി വരുന്നത്. വേറെ ബ്രസീലിന്റെ ആരാധകരുണ്ട്. ഇന്നത്തെ കളിയെക്കുറിച്ച് എന്താ അഭിപ്രായമായിരുന്നു? ഇന്ന് നല്ല കളിയായിരുന്നു. ആരാണ്, സ്പെയിനാണോ അർജന്റീന? ഞാൻ സപ്പോർട്ട് ചെയ്ത് അർജന്റീന ആയിരുന്നു. സ്പെയിനാണ് കളിച്ചത്, അവർ ജയിച്ചു. എന്നാലും എവിടെ പിഴച്ചു പോയത് അർജന്റീനയ്ക്ക്? യഥാർത്ഥത്തിൽ കളി കണ്ടിട്ട് ഇല്ല, രണ്ട് ടീം നന്നായിട്ട് കളിച്ചു. കൂടുതൽ നന്നായിട്ട് കളിച്ചവർ ജയിച്ചു. കൂടുതൽ നന്നായിട്ട് കളിച്ച സ്പെയിൻ. ഇന്ന് കളിച്ചത് സ്പെയിനാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രതികരണം എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പല ഫാൻ സപ്പോർട്ട്. എന്തായാലും നിരാശയുടെ നിമിഷങ്ങളാണ്. മെറ്റ് ലൈഫിൽ ഒരിക്കൽ കൂടി വീണുപോകുന്ന മെസ്സിയാണ് കണ്ടത്. 2016 കോപ്പ കിരീടത്തിൽ കോപ്പ സെന്റനാരിയോയിൽ വീണ അതേ മണ്ണിൽ ഒരിക്കൽ കൂടി മെസ്സി വീണുപോകുന്ന കാഴ്ച കണ്ടു. ഒരിക്കൽ കൂടി മെറ്റ് ലൈഫിൽ മെസ്സിയുടെ കണ്ണീർ. ഇത്തവണ ഒരുപക്ഷെ മെസ്സിക്ക് ആ ഒരു നിരാശയ്ക്ക് ഇവിടെ മറുപടി കൊടുക്കാൻ, പണ്ട് മരാക്കാനയിൽ ഉണ്ടായതുപോലെ ഒരു മറുപടി കൊടുക്കാനാവുമോ എന്നൊക്കെ തന്നെ തോന്നിയതാണ്. പക്ഷേ അതുണ്ടാവുന്നില്ല. സ്പെയിൻ്റെ സർവാധിപത്യത്തിൽ സ്പെയിൻ തന്നെയല്ലാതെ മറ്റാര് എന്ന ചോദ്യം ഉറപ്പായും ചോദിക്കേണ്ടി വരും. കാരണം അത്ര കണ്ട് മികച്ച പ്രകടനമാണ് സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ലോക ചാമ്പ്യന്മാരാണ് മറുവശത്ത് എന്ന തരത്തിലൊന്നും ഒരു തരത്തിലും അവരെ വിട്ടില്ല. എന്താണോ ഫ്രാൻസിനെതിരെ കളിച്ചത് അതിനേക്കാൾ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഒരുപക്ഷെ ഫ്രാൻസ് ആ മത്സരത്തിൽ തുടക്കത്തിലെങ്കിലും മിന്നലാട്ടങ്ങൾ കാണിച്ചതാണ്. പക്ഷേ ഈ മത്സരത്തിൽ ഒരു ഏകപക്ഷീയമായ മത്സരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇടയ്ക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, മത്സരത്തിൻ്റെ ഇൻറ്റൻസിറ്റി ചാർട്ട് സ്നീക്കോ ഒക്കെ തന്നെ കാണിച്ചിരുന്നു. അതിൽ ഒരു നീല വേവ്സ് ഒരു ഘട്ടത്തിൽ പോലും ഉയർന്ന് കാണുന്നില്ല എന്ന് തന്നെയാണ്. സർവം ഒരു റെഡ് അത് തന്നെയായിരുന്നു. റോഹകളുടെ കളർ മാത്രമായിരുന്നു. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ലോക ചാമ്പ്യന്മാർ എന്നതിന് ആ ഒരു പ്രകടനം കാഴ്ചവെക്കാതെ പോകുന്നു എന്ന വലിയ നിരാശയാണ് പല അർജന്റീൻ ആരാധകർക്കും പങ്കുവെക്കാനുള്ളത്. ബിനീഷ് കോടിയേരി അടക്കം അതാണ് പറഞ്ഞത്. കപ്പ് കണ്ടുകൂടിയവരല്ല ആരും തന്നെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെ കളിച്ചാൽ മതിയോ ഒരു ഫൈനൽ എന്ന ചോദ്യമാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നു. മുഹമ്മദ് റഹീസ്, എന്തായാലും കാത്തിരുന്ന് കിട്ടിയ കപ്പാണ്, പക്ഷേ അത് കൈവിട്ടു പോകുന്നു. ഈ നിമിഷം അത് സ്പെയിൻ്റേതാണ്. സർവം സ്പെയിൻ, അല്ലെങ്കിൽ സർവം സ്പാനിഷ് മയം, സ്പാനിഷ് വിപ്ലവം എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. സ്പെയിൻ്റെ സമഗ്രാധിപത്യം കണ്ട മത്സരത്തിൽ അർജന്റീന അടിതെറ്റി കപ്പ് കൈവിടുന്നു.
അനിൽ, ഈ മത്സരത്തിൽ ഏതാണ്ട് 2 മിനിറ്റിൽ താഴെ മാത്രമാണ് എതിർ ടീമിന്റെ ബോക്സിൽ അർജന്റീന പന്ത് തട്ടിയത്. അത്തരത്തിലൊരു കണക്ക് കൊണ്ട് ഒരു ലോകകപ്പ് ഫൈനലിൽ എങ്ങനെ ജയിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കളിയുടെ ആദ്യ നിമിഷം തന്നെ നമ്മൾ പരേഡസിനെ പോലൊരു താരത്തിനെ 11-ൽ നിന്ന് പുറത്ത് മാറ്റിയിട്ട് ഗോൺസാലസിനെ ഇറക്കുമ്പോൾ, നിക്കോ ഗോൺസാലസിനെ കളിക്കാൻ ഇറക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും അത് കണ്ടില്ല എന്ന് മാത്രമല്ല, ആ തന്ത്രം അമ്പയെ പരാജയപ്പെടുകയും ചെയ്തു. ആ ഘട്ടത്തിൽ മധ്യനിരയിൽ റോഡ്രിയെ പോലെ ഒരു എഞ്ചിൻ, അദ്ദേഹമായിരുന്നു ഇന്ന് സ്പാനിഷ് ട്രാവലിന്റെ എഞ്ചിൻ, ആ ഒരു ട്രെയിൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. സ്പാനിഷ് ട്രെയിനിന്റെ ആ ഒരു എഞ്ചിനായി അദ്ദേഹം റോഡ്രി മാറുമ്പോൾ അതിനെ ഒന്ന് തടയിടാൻ, ഒന്ന് ഏതെങ്കിലും തരത്തിൽ കളി കൊണ്ട് തടയിടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല. അർജന്റീന പലപ്പോഴും അതിനെ ശ്രമിച്ചത് ഫിസിക്കൽ ഗെയിം കൊണ്ട് മാത്രമായിരുന്നു. അത്തരത്തിലൊരു ഫിസിക്കൽ ഗെയിം എടുത്തതിന്റെ കൂടി ഒരു ഫലമാണ് ഈ കനത്ത തോൽവി എന്ന് പറയണം. ഗോളെണ്ണത്തിൽ 1 ഗോളിന്റെ വ്യത്യാസത്തിൽ മാത്രമായിരിക്കും അർജന്റീന തോറ്റത്. കണക്കൊരു പക്ഷേ അങ്ങനെ അവതരിപ്പിക്കാമെങ്കിലും ഒരു നിലയ്ക്കും മത്സരം കണ്ട ഒരാൾക്കും 1 മിനിറ്റെങ്കിലും അർജന്റീന മത്സരത്തിൽ ആധിപത്യം പുലർത്തി എന്ന് പറയാൻ കഴിയില്ല. അവസാന മിനിറ്റുകളിൽ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചില മിന്നലാട്ടങ്ങൾ, അത് വിരലിൽ എണ്ണാവുന്ന ചില ചാൻസുകൾ, അതിലൊന്ന് സിമിയോണി നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു ചാൻസ്. ആ ഒരു ചാൻസ് അല്ലാതെ ഈ മത്സരത്തിൽ അർജന്റീനയെ ഓർത്തിരിക്കാൻ ഒന്നുമില്ല. കാരണം ആദ്യം മുതൽ ഫിസിക്കൽ ഗെയിം കളിച്ചുകൊണ്ട് പ്രതിരോധ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ റൊമേറോ അവിടെ യെല്ലോ കാർഡ് വാങ്ങുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പോലെ വരുന്നു. അവിടെ ആദ്യ പകുതിക്ക് മുമ്പ് അർജന്റീനയ്ക്ക് ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടി വരുന്നു. അപ്പോഴെല്ലാം സ്പെയിൻ നടത്തിയതാകട്ടെ തിരമാലകൾ പോലെ, അലമാലകൾ പോലെ അങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ആക്രമണത്തിനിടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ അർജന്റീനൻ നിരയിൽ ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനുശേഷം പരേഡസിനെ കളത്തിലിറക്കുമ്പോൾ അദ്ദേഹം ആദ്യ 5 മിനിറ്റിൽ യെല്ലോ കാർഡ് വാങ്ങുകയാണ് പരേഡസ്. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 4 ഫൗളുകൾ പിന്നീട് കാർഡ് കിട്ടുന്ന തരത്തിൽ അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഇതിനിടയിൽ എൻസോ ഫെർണാണ്ടസ്, അദ്ദേഹത്തിന് കാർഡ് ലഭിച്ച് അദ്ദേഹം പുറത്താകുന്നു. റെഡ് കാർഡ് കണ്ട് 10 പേരായി അർജന്റീന ചുരുങ്ങുന്നു. ഏതെങ്കിലും തരത്തിലൊരു അർജന്റീനിയൻ താരത്തിന് ഈ മത്സരത്തിൽ അദ്ദേഹം കളിച്ചു എന്ന് പറയാനെങ്കിലും കഴിയുമെങ്കിൽ അത് മെസ്സിക്ക് പോലുമല്ല, മറിച്ച് എമിലിയാനോ മാർട്ടിനസിനാണ്. എമിലിയാനോ മാർട്ടിനസിന്റെ 8 സേവുകൾ, മിന്നുന്ന 8 സേവുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ സ്കോർ ബോർഡ് 5-0 എങ്കിലും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. ആ നിലയ്ക്ക് ചാമ്പ്യന്മാരായി വന്ന് ഏറ്റവും മോശം കളി കളിച്ചാണ് അർജന്റീന മടങ്ങുന്നത്. ലയണൽ മെസ്സിയുടെ ചിത്രങ്ങളൊക്കെയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം കരയുന്നില്ല. അദ്ദേഹത്തിന് ആ തരത്തിലൊരു വികാരം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല. കാരണം കളി അറിയാവുന്നവനാണ്, കളിയെ നയിക്കുന്നവനാണ്, കളിയെ നിയന്ത്രിക്കുന്നവനാണ്. അയാൾക്കറിയാം ഇന്ന് തന്റെ ടീം ഒരു തരത്തിലും കളിയെ നിയന്ത്രിച്ചിട്ടില്ല, തങ്ങൾ ജയിക്കാൻ അർഹരല്ല എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് തന്നെ അറിയുന്ന നിലയിലേക്കാണ് അർജന്റീനിയൻ ടീം ഇന്ന് കളിച്ചത്. എന്തായിരുന്നു സ്കലോണിയുടെ തന്ത്രം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും നിലയ്ക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അറ്റാക്ക് നടത്താൻ പറ്റുന്ന തരത്തിൽ ഇപ്പോൾ തുടരുക. എന്തായാലും ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, സ്പെയിനിന്റെ ഒരു സർവാധിപത്യം കണ്ട മത്സരം, അങ്ങനെ അതിൽ കടന്നു പോകുന്ന സ്പെയിൻ അങ്ങ് തകർത്ത് കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അർജന്റീനയെ ചിത്രത്തിലേ ഇല്ലാതാക്കിക്കൊണ്ട് അർജന്റീന ജയിച്ചു കയറുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.